ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ പുതിയൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പുതിയ സെക്ഷനിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ബേസിസ് ആൻഡ് കോർഡിനേറ്റ്സ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സെക്ഷൻ കുറച്ച് ഡെഫിനേഷൻ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് പറയാനുള്ളത് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസാണ്. A vector space is said to be finite dimensional if there is a finite set which spans that vector space, or a vector space is said to be finite dimensional if it is spanned by a finite set. ഒരു ഫൈനൈറ്റ് സെറ്റ് കൊണ്ട് ആ വെക്റ്റർ സ്പേസിനെ സ്പാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസാണ്. ഈ സ്പാനിങ് നമ്മൾ പഴയ വീഡിയോയിൽ പഴയ സെക്ഷനിൽ പഠിച്ചതാണ്. അവിടെയുള്ള ചില എക്സാമ്പിൾസ് ഞാൻ പറയാം. എക്സാമ്പിൾ പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. R2 വെക്റ്റർ സ്പേസ് എടുക്കുക. R2വിൻ്റെ ഒരു സ്പാനിങ് സെറ്റ് കുറേ എണ്ണം നമ്മൾ കണ്ടതാണ്. R2വിൻ്റെ ഒരു സ്പാനിങ് സെറ്റാണ് S is equal to set 1 0 0 1. ഇത് സ്പാനിങ് സെറ്റാണ്. സ്പാനിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് എന്താ? സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് S, അല്ലെങ്കിൽ എന്തായിരുന്നു, every element of R2 can be expressed as a linear combination of elements of S. പല രീതി നമ്മൾ പറഞ്ഞതാ അല്ലേ? or the smallest subspace containing S, പല രീതി പറഞ്ഞതാ. അപ്പോൾ നോക്കൂ, R2വിനെ ആര് സ്പാൻ ചെയ്യുന്നുണ്ട്? S സ്പാൻ ചെയ്യുന്നുണ്ട്. Sൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 2 എലമെൻറ്റ്സ് ആണ്. ഫൈനൈറ്റ് ആണ്. സോ R2 ഈസ് സ്പാൻഡ് ബൈ എ ഫൈനൈറ്റ് സെറ്റ്, ഓർ R2 ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ. ഇപ്പോൾ നമുക്ക് കൂടുതൽ പറയാൻ പറ്റുമല്ലോ. ഇത് ആക്ച്വലി അവിടുത്തെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സാണ് R2വിലെ അല്ലേ? R3യെ കുറിച്ച് പറ. R3യിൽ ഇതുപോലെ പറയാൻ പറ്റുമോ? R3യുടെ ഇതുപോലെ വരുന്ന സബ്സെറ്റ് ഏതാണ്? R3യിൽ 1 0 0 0 1 0 0 0 1 അല്ലേ? നമുക്കറിയാം R3 ഈസ് സ്പാൻഡ് ബൈ S അല്ലേ, വിച്ച് ഹാസ് ഓൺലി 3 എലമെൻറ്റ്സ്. ഫൈനൈറ്റ് ആണ്. സോ R3 ഈസ് സ്പാൻഡ് ബൈ എ finite set, so R3 is finite dimensional. R4 is finite dimensional, only 4 elements. R5 is finite dimensional, only 5 elements. അപ്പോൾ Rn എന്താണ്? Rn is finite dimensional ആണ്. വേറെ എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? വേറെ നമുക്ക് Pn of x എടുക്കാം. Pn of x സ്പാൻ ചെയ്യുന്ന സെറ്റ് ഏതാണ്? നമ്മൾ പറഞ്ഞു തന്നെയാണ്. 1 x സ്ക്വയർ എക്സെട്ര x റേസ് ടു n എടുക്കുക. 1x സ്ക്വയർ എക്സെട്ര x റേസ് ടു n എടുക്കുക. നമുക്കറിയാം Pn of x ഈസ് സ്പാൻഡ് ബൈ ദിസ് സെറ്റ്. ഈ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? n+1 എലമെൻറ്റ്സ് ഉണ്ട്. 1 മുതൽ x റേസ് ടു n വരെയുണ്ട്. n+1 എലമെൻറ്റ്സ് ഉണ്ട്. ഫൈനൈറ്റ് ആണ്. സോ Pn of x ഈസ് സ്പാൻഡ് ബൈ എ ഫൈനൈറ്റ് സെറ്റ്, സോ ദാറ്റ് Pn of x ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ. ഓക്കെ അല്ലേ? വേറെ എക്സാമ്പിൾ ഉണ്ടോ? ഒരുപാട് പറയാൻ പറ്റും അല്ലേ? നമ്മൾ കണ്ട എക്സാമ്പിൾസ് തന്നെ പറഞ്ഞാൽ മതി. M22 എടുക്കുക. 2x2 മെട്രിസസ് സെറ്റ്, വെക്റ്റർ സ്പേസ് ഓഫ് ഓൾ 2x2 റിയൽ മെട്രിസസ്. അതിനെ ആരാ സ്പാൻ ചെയ്യുക? അതിനെ സ്പാൻ ചെയ്യുന്ന സെറ്റാണ് S is equal to 1 0 0 0 0 1 0 0 0 0 1 0 and 0 0 0 1 അല്ലേ? നമുക്കറിയാം M22നെ ഈ സെറ്റ് സ്പാൻ ചെയ്യുന്നുണ്ട്. എത്ര ഹൗ മെനി എലമെൻറ്റ്സ്? 4 എലമെൻറ്റ്സ്. സോ M22 ഈസ് സ്പാൻഡ് ബൈ എ ഫൈനൈറ്റ് സെറ്റ്, സോ ദാറ്റ് M22 ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ. അങ്ങനെ ഒരുപാട് നമുക്ക് പറയാൻ പറ്റും. ഇനി ചോദ്യം, ഒരു ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നമ്മൾ Pn of x പഠിച്ചതിൻ്റെ കൂടെ നമ്മൾ P∞ പഠിച്ചില്ലേ? എന്തായിരുന്നു Pn of x? വെക്റ്റർ സ്പേസ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അപ്പോൾ എന്തായിരിക്കും P∞? ദ സെറ്റ് ഓഫ് ദ വെക്റ്റർ സ്പേസ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് റിയൽ കോഎഫിഷ്യൻസ്. അതിൻ്റെ ഒരു സ്പാനിങ് സെറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ആ സ്പാനിങ് സെറ്റിൽ 1 x സ്ക്വയർ എക്സെട്ര x റേസ് ടു n എത്തി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പവർ എത്ര വേണമെങ്കിലും ആവാമല്ലോ, എക്സെട്ര അതങ്ങനെ പോകും. So this set is infinite
ഡയമെൻഷനിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് അപ്പോൾ 2 എക്സാമ്പിളായി, ഫൈനൈറ്റ് ഡയമെൻഷനിലും ഇൻഫൈനൈറ്റ് ഡയമെൻഷനിലായി. 2 ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്, അത് ബേസിസ് ഓഫ് എ വെക്റ്റർ സ്പേസ്. ഇനി നമ്മൾ തുറന്നുള്ള എല്ലാ സ്റ്റഡിയും ഈ ബേസിസിനെ കണക്ട് ചെയ്തുകൊണ്ടാണ്. സോ ബേസിസ് ഓഫ് എ വെക്റ്റർ സ്പേസ് ഡെഫിനിഷൻ പറയാം. ഒരു വെക്റ്റർ സ്പേസ് കൺസിഡർ ചെയ്യാം, വി. ആ വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റാണ് എസ്. സോ എ സബ്സെറ്റ് എസ് ഓഫ് എ വെക്റ്റർ സ്പേസ് വി എന്ന് എഴുതാം. എ സബ്സെറ്റ് എസ് of a vector space S, sorry, of a vector space V, of a vector space V is a basis for V if എപ്പോഴാണ് ബേസിസ് ആവുന്നല്ല, ഒന്ന് 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, S is linearly independent. എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം. പ്രയാസമില്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. 2 എസ് സ്പാൻസ് വി. എസ് ആരെ സ്പാൻ ചെയ്യണം? വി എ സ്പാൻ ചെയ്യണം. അപ്പോൾ നോക്കൂ, കണ്ടീഷൻസ് എല്ലാം നമ്മൾ ഡീറ്റെയിലിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. പുതിയ ഡെഫിനേഷൻ അങ്ങോട്ട് പറഞ്ഞാൽ മാത്രം മതി. എ സബ്സെറ്റ് എസ് ഓഫ് എ വെക്റ്റർ സ്പേസ് വി ഈസ് എ ബേസിസ് ഫോർ വി ഇഫ് 2 കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഫസ്റ്റ് കണ്ടീഷൻ, S is linearly independent, and the second condition is S spans V. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ആണെങ്കിൽ that subset will become a basis for V. ഓക്കെ അല്ലേ? എക്സാമ്പിൾസ് പറയാൻ കഴിയുമോ? എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ഈ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ മുമ്പ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഡിഫൈൻ ചെയ്തപ്പോഴും സ്പാനിങ് സെറ്റ് പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അവിടെ നമ്മൾ സം ഇമ്പോർട്ടൻറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്സ് പറഞ്ഞില്ലേ? അതിലൊക്കെ നമ്മൾ പറഞ്ഞാണ് അല്ലേ? സോ ദിസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഓൾസോ ഇറ്റ് സ്പാൻസ് R2 അല്ലേ? 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സോ ദിസ് ഇസ് എ ബേസിസ് ഫോർ R2. ക്ലിയർ? ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാ. It is linearly independent and it spans R3 so that S becomes a basis for R3. This is a basis for Pn of x. This is a basis for M22. This is a basis for P infinity. ഓക്കെ അല്ലേ? അപ്പോൾ ബേസിസ് ആണ് നമ്മളെങ്ങനെ കാണിക്കുക? 2 കാര്യങ്ങൾ ചെയ്യണം. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും കാണിക്കണം, സ്പാൻ ചെയ്യുന്നതും കാണിക്കണം. ക്ലിയർ? അപ്പോൾ നോക്കൂ, നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാൻ മതിയോ? ഷോ ദാറ്റ് ദിസ് സെറ്റ് ഈസ് എ ബേസിസ് ഫോർ R3. നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് കാണിക്കണം, കൂടാതെ സ്പാനിങ് സെറ്റ് ഒന്ന് കാണിക്കണം. എങ്ങനെയാണ് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് കാണിക്കുക? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് കാണിക്കാൻ നമ്മൾ C1 V1 അല്ലേ? സോ C1 V1 പ്ലസ് C2 V2 പ്ലസ് C3 V3 is equal to 0 implies C1 0, C2 0, C3 0 ആണെങ്കിലല്ലേ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുക? ചെയ്ത് നോക്കാം. സോ C1 ഇൻറ്റു V1, ആരാ V1? 1 0 0 പ്ലസ് C2 ഇൻറ്റു 0 1 0 പ്ലസ് C3 ഇൻറ്റു 0 0 1 ഈക്വൽ ടു 0 എന്നെടുക്കാം, ഈക്വൽ ടു 0 അല്ലേ? ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇവിടെ C1 കിട്ടും, ഇവിടെ 0, ഇവിടെ 0. സോ ദാറ്റ് C1 ഈസ് ഈക്വൽ ടു 0. സെക്കൻഡ് കോർഡിനേറ്റ് എടുക്കുമ്പം ഇവിടെ 0, ഇവിടെ മാത്രം C2 കിട്ടും, ഇവിടെയും 0. സോ ദാറ്റ് C2 ഈസ് ഈക്വൽ ടു 0, C3 ഈസ് ഈക്വൽ ടു 0. C1 V1 plus C2 V2 plus C3 V3 is equal to 0 implies C1 0, C2 0, C3 0. So that the vectors are linearly independent. ഇനി സ്പാൻ ചെയ്യോ? എപ്പോഴാണ് സ്പാൻ ചെയ്യുക? R3 ഇതല്ലേ കാരണം R3 ഏത് വെക്ടർ എടുക്കുക? ഇഫ് എനി വെക്ടർ ഇൻ R3 can be expressed as a linear combination of these elements. അപ്പോൾ R3 മെമ്പർ നിങ്ങൾ ചൂസ് ചെയ്തോ. R3 ജനറൽ മെമ്പർ ABC എടുക്കുക. Can you express this ABC as a linear combination of these vectors? Possible. എങ്ങനെയാ? This is equal to A into 1 0 0 plus B into 0 1 0 plus C into 0 0 1 എന്ന് എഴുതാം. ശരിയല്ലേ? So that this set spans R3. So this set is linearly independent and this set spans R3. So that this set is a basis for R3. ഓക്കെ അല്ലേ?
അതുപോലെ നമുക്കിത് ചെയ്യാം, ഇതെല്ലാം ചെയ്യാൻ കഴിയും. ഇത് ഡിഫറെൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വേറെ ചെയ്യാം. ഇത് വളരെ എലമെൻ്ററി ആയുള്ള കേസസാണ്, സം സ്റ്റാൻഡേർഡ് ബേസിസാണ് ഇതെല്ലാം. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ചിലപ്പോൾ ഇനി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ചിലപ്പോഴെല്ലാം മിക്കവാറും വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു സബ്സെറ്റ് വരും. ഷോ ദാറ്റ് ദിസ് സബ്സെറ്റ് ഈസ് എ ബേസിസ് ഫോർ ദാറ്റ് വെക്റ്റർ സ്പേസ്. രണ്ട് കാര്യങ്ങൾ കാണിക്കണം. എന്തൊക്കെയാണ്? ഒന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കണം, മറ്റൊന്ന് അത് സ്പാൻ ചെയ്യുന്നൂടെ കാണിക്കണം. ആ ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം.